വളഞ്ഞിട്ടാക്രമിക്കുന്നോ ജി സുധാകരനെ എന്നാണ് ചോദ്യം. സുജയ, ഞാനിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 10-ലധികം പോസ്റ്റുകളെങ്കിലും ഒറ്റ സ്വൈപ്പിൽ ജി സുധാകരൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്കും കാണാൻ സാധിക്കും. പോസ്റ്റുകളുണ്ട്, ജിതിൻ്റെ അടക്കം പലരുടെയും പോസ്റ്റുകൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈബർ ഗ്രൂപ്പുകൾ, ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഇല്ലാത്തത് കൊണ്ടാകാം ഡോക്ടർ അരുൺ അങ്ങനെ ഒരു വളഞ്ഞിട്ട് ആക്രമണമല്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ജി സുധാകരൻ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നേരെ ഒരു സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അതിൽ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നതും. അതിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് വേറെയാണ്. അതിനെന്തായാലും ജി സുധാകരനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇതിൽ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ ഒരു നല്ല കാലം അതിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു സ്വപ്ന ലോകത്താണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലായാലും പലപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ലൈൻ വിട്ടുപോകുന്നുണ്ട്. പാർട്ടി ലൈൻ വിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗിച്ചത്. പൂർണ്ണമായും പാർട്ടി ലൈൻ ഒന്നും വെച്ചല്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹം സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു CPIഎമ്മിൻ്റെ ഇത്രയും മുതിർന്ന ഒരു നേതാവ്, 78 വയസ്സായി അദ്ദേഹത്തിന്, ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച, ഇപ്പോഴും പാർട്ടി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ രീതിയിലാണോ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടത് എന്ന ഒരു സംശയം എനിക്കും അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും ലോയലിസ്റ്റായോ ഒന്നും നിൽക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുന്ന ഒരു ആൾ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ലോയലിസ്റ്റുകൾ എല്ലാവരും പൂർണ്ണമായും ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിർജ്ജീവമായി പോയത് VS അച്യുതാനന്ദനുമായി ചേർന്ന് നിന്നിരുന്ന ആളുകളാണ്. പക്ഷേ ജി സുധാകരൻ വളരെ ക്ലവറായി തന്നെ ഇപ്പുറത്തേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പോകുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അതിനുശേഷം ആ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന മുതിർന്ന നേതാക്കൾ, അതിലിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ KK ശൈലജ, ഡോക്ടർ TM തോമസ് ഐസക്, ജി സുധാകരൻ, ഈ 3 പേരെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ ഡോക്ടർ TM തോമസ് ഐസക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് മന്ത്രിസ്ഥാനം പോയതിനു ശേഷം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരോടും ഇടയാൻ പോകുന്നില്ല, വിമർശനങ്ങൾക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വഴിയിലൂടെ ഒരു വശത്തുകൂടി അദ്ദേഹം അങ്ങ് പോവുകയാണ്. ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു വശത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജി സുധാകരൻ ഒരു ഹെഡ് ഓൺ കൊളീഷൻ എന്ന് നമ്മൾ പറയും, ഇടയ്ക്ക് പോയെന്ന് തലയിടിക്കും, ഇടയ്ക്കൊന്ന് ഇടിപ്പിച്ച് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ തോമസ് ഐസക്കിൻ്റെ ഒരു രീതിയല്ല ഇവിടെ ജി സുധാകരനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി ഇരുന്ന ആദ്യത്തെ ടേമിൽ ഒരു അച്ചടക്ക നടപടി എടുത്തതായി കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരന് അന്നത്തെ ആ ഒരു അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നീടാണ് അദ്ദേഹം പാർട്ടിയുമായി പൂർണ്ണമായും ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ അദ്ദേഹം എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് 2 തവണ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും അംഗമായിരിക്കുന്നു, പിണറായി വിജയൻ മന്ത്രിസഭയിലും അംഗമായിരിക്കുന്നു. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരു പരിഗണന കൃത്യമായി കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തെ എവിടം വരെ എലവേറ്റ് ചെയ്തു. അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടെ അദ്ദേഹത്തിന് കൊടുത്ത പോർട്ട്ഫോളിയോസ്, അതിപ്പോൾ സഹകരണ വകുപ്പായാലും ദേവസ്വമായാലും പൊതുമരാമത്തായാലും എല്ലാത്തിലും, രജിസ്ട്രേഷൻ ആയാലും എല്ലാത്തിലും അദ്ദേഹം വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ടേമിൽ പ്രത്യേകിച്ചും അഴിമതി ഏറ്റവും കൂടുതലുണ്ട് എന്ന് UDF കാലത്തൊക്കെ വിമർശനം കേട്ടത് PWD ആണ്, പൊതുമരാമത്ത് വകുപ്പാണ്. അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു എലവേഷൻ പാർട്ടിക്കുള്ളിൽ, പാർട്ടി പോർട്ട്ഫോളിയോസിൽ ജി സുധാകരന് കിട്ടിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു അസ്വസ്ഥതയായി ഇടയ്ക്കൊക്കെ കവിതകളിലൂടെ, ഇടയ്ക്കൊക്കെ ചില സട്ടിലായുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കണ്ടിടത്തോളം വളരെ ഓപ്പണായ, ഒരു ഓപ്പൺനെസ് ഉള്ള, ഫ്രാങ്കായി പ്രതികരിക്കുന്ന അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. വളരെ സെൻസിറ്റീവുമാണ് പലപ്പോഴും. അതായത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഓമനക്കുട്ടൻ വിഷയത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞതാണ് അദ്ദേഹം വിശ്വാസത്തിലെടുത്തത് പാർട്ടിയെക്കാളും. അതാണ് അദ്ദേഹത്തിന് അന്ന് തട്ടുകേട് പറ്റിപ്പോയതും ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുമ്പോഴും അതെടുത്ത് കാണിക്കുന്നതും. ഓമനക്കുട്ടൻ ആ 70 രൂപ വിവാദത്തിൽ അദ്ദേഹം എടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടിട്ടുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇടയ്ക്കൊരു കാലത്ത് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഫോണില്ല, ഞാനത് കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള വളരെ സട്ടിലായി അദ്ദേഹം അതിനെയൊക്കെ വിടുകയാണ്. പക്ഷേ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് തന്നെ ഉപയോഗിക്കാൻ, അദ്ദേഹത്തെ ടൂളാക്കി ഉപയോഗിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന് തിരിച്ചറിയാതെ ചില ഘട്ടങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആലപ്പുഴയിലെ ജില്ലാ ഘടകത്തിലെ എല്ലാ നേതാക്കളും പിന്തുണച്ചു എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി R നാസർ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് R നാസർ പ്രതികരിക്കാതെ ഇരിക്കുന്നു? കാരണം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന, പാർട്ടിയിലെ വിഭാഗീയ കാലത്തടക്കം ആലപ്പുഴയിലെ പാർട്ടി ഘടകത്തെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി, ഒന്നിച്ച് നിർത്തുന്നതിനായിട്ടൊക്കെ വളരെ നന്നായി
ശക്തമായി തന്നെ നിന്നയാളാണ്. അക്കാലത്തൊക്കെ ഒപ്പമുണ്ടായിരുന്ന പി ചിത്തരഞ്ജനാകട്ടെ, ആർ നാസർ ആകട്ടെ, ഇവരെല്ലാവരും ഇപ്പോൾ ജി സുധാകരനോട് കാണിക്കുന്ന ഒരു അകൽച്ച അതവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതിലിപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ മാത്രമല്ല SFI, DYFI തുടങ്ങിയ എല്ലാവർക്കുമെതിരെ സട്ടിലായിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ KPCC സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കണോ അല്ലെങ്കിൽ ആ പങ്കെടുത്തതിന് പാർട്ടി നടപടിയെടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലോ CPIM. കോൺഗ്രസ് ആണെങ്കിൽ ഫെഡറലിസത്തെക്കുറിച്ചുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, പാർട്ടി കോൺഗ്രസിന്റെ. അതിന് പോലും പോകണ്ട എന്ന് പറഞ്ഞ് ശശി തരൂരിനൊക്കെ വിലക്ക് കൽപ്പിച്ചതാണ്. അങ്ങനെ ജി സുധാകരനെ വിലക്കുകയൊന്നും പാർട്ടി ചെയ്തിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഫാർ ബെറ്റർ ആണ് CPIM എന്നുള്ളതാണ് ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ സൈബർ ആക്രമണം നടത്തിയ വ്യക്തികളെ അത് പാർട്ടിയിലെ ആളുകൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ തന്തയില്ലായ്മ എന്ന ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ പ്രയോഗത്തിൽ എത്രത്തോളം ശരി തെറ്റുകളുണ്ട്, അത് പൊളിറ്റിക്കലി എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളതൊക്കെ അദ്ദേഹം മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പ് പാർട്ടിയിലില്ല. അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള 10-15 പേരാണ് ഇതിന് പിന്നിൽ. അവർ പാർട്ടി വിരുദ്ധരാണ്. ധൈര്യമുള്ളവർ പൊതുയോഗം വിളിച്ച് എനിക്കെതിരെ പറയട്ടെ. ഈ അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള എന്ന് അദ്ദേഹം പറയുമ്പോൾ അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ആ മണ്ഡലത്തിൽ തന്നെ എച്ച്സലാമിന് ആ സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില അതൃപ്തികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള 10-15 പേർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ ആളുകളെയാണ് എന്നതാണ് ഇനി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഞാൻ പിണറായിക്കെതിരല്ല, ഞാൻ ഇനി മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാനില്ല, ഒന്നിനുമില്ല, പാർട്ടി അംഗമായി കമ്മ്യൂണിസ്റ്റായി ജീവിക്കും. അത് കോൺഗ്രസിന് കൂടിയുള്ള മറുപടിയാണ്. ഞാൻ പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തൻ്റെതായ പൊട്ടിത്തെറികൾ, ചെറിയ പൊട്ടിത്തെറികളാണ്, വലിയ പൊട്ടിത്തെറിയൊന്നുമല്ല. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അവിടെ പ്രതികരിക്കേണ്ട ആദ്യത്തെ ആൾ എച്ച്സലാം MLA ആണ്. എച്ച്സലാം MLA പറഞ്ഞത് സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളല്ല ജി സുധാകരൻ. അദ്ദേഹം പറഞ്ഞ ആ ഒരു വിമർശനത്തെ എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട് എച്ച്സലാം. അപ്പോൾ നമ്മൾ കരുതും എല്ലാം ക്ലീൻ ആണല്ലോ, ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ജി സുധാകരൻ മറുപടിയിൽ അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറയുന്നത്? അവർ പാർട്ടി വിരുദ്ധരാണ് എന്നും എടുത്തു പറയുന്നുണ്ട്. അവിടെ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരിച്ചതായി നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ ആ പരിപാടിയിൽ വെച്ച് ജി സുധാകരനെ പുകഴ്ത്തിയത് നമ്മൾ കാണണം. ജി സുധാകരനും സി ദിവാകരനും പങ്കെടുത്തു. സി ദിവാകരൻ എന്തായാലും ഈ സൈബർ ഇടങ്ങളിലൊന്നും ഒരു അധിക്ഷേപവുമില്ല. അദ്ദേഹം വന്നു പോയി, ആർക്കും ഒരു പരാതിയില്ല, CPIക്കും ഇല്ല, സഖാക്കൾക്കും ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഇവിടെ ജി സുധാകരനെ ആ വേദിയിലിരുത്തി VD സതീശനൊക്കെ പുകഴ്ത്തിയത് നിഷ്കളങ്കമായ ഒരു പുകഴ്ത്തലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നിഷ്കളങ്കമായ ഒരു പുകഴ്ത്തലായി ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ, സൈബർ ഇടങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നതും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയുടെ ഒരു നയം വെച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ലൈൻ വെച്ചാണോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത് എന്നത് ചിന്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, അവിടെ കെ സുധാകരനെ ഏത് രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നവർ. രാഷ്ട്രീയത്തിന് അതീതമായ പരിപാടി എന്ന് പറയുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടക്കം സി ദിവാകരനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ പുകഴ്ത്തിയത് നിഷ്കളങ്കമായിട്ടാണോ എന്ന് തിരിച്ചറിയേണ്ടത് ജി സുധാകരനാണ്. അക്കാര്യത്തിലാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് മറുപടി കൊടുക്കേണ്ടത്. ആ ഒരു രാഷ്ട്രീയ മറുപടി ജി സുധാകരൻ കൊടുത്തിട്ടില്ല. പകരം അദ്ദേഹം അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. AM ആരിഫാണ് പിന്നെ പ്രതികരിക്കേണ്ട ഒരാൾ. AM ആരിഫ് പറഞ്ഞത് പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു KPCC പരിപാടിയിൽ പോയതിന് വിമർശിക്കേണ്ടതില്ല. അവിടെയാണ് ഞാൻ ഈ ആർ നാസർ ഇത്രയും പേർ പറയുമ്പോൾ എച്ച്സലാം സംസാരിക്കുന്നു, AM ആരിഫ് പ്രതികരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ആർ നാസർ ഇന്ന് ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല? അദ്ദേഹത്തിന് പറയാമല്ലോ, ഞങ്ങൾ പാർട്ടിയിൽപ്പെട്ടവരല്ല ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറഞ്ഞത് അവർ പാർട്ടി വിരുദ്ധരാണ്, അല്ലെങ്കിൽ ജി സുധാകരനൊപ്പമാണ് പാർട്ടി എന്ന് പറയാമല്ലോ. ആർ നാസർ അത് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ജി സുധാകരൻ നിയമബിരുദമൊക്കെ എടുത്തയാളാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അദ്ദേഹം ഈ കവിതകൾ എഴുതുമ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹം മുള്ളും മുനയും വെച്ച് തന്നെയാണ് ആ കവിതയിൽ, പൂച്ചയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റ് കവിതകളിൽ, രാഷ്ട്രീയ വിമർശനമുള്ള കവിതകളിൽ അദ്ദേഹം കൃത്യമായി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഈ യുവതയിലെ കുന്തവും കുടച്ചക്രവും മാർച്ച് 6-ാം തീയതി, അത് എപ്പോഴാണ്? സംസ്ഥാന സമ്മേളനം തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കവിത വരിക. ഒരു സാഹിത്യ മാസികയിൽ കവിത വരികയാണ്. അത് അദ്ദേഹം കൃത്യമായി ആ ലക്കത്തിലേക്ക് വേണ്ടി തന്നെ എഴുതി കൊടുത്തതാണ്. ഞാൻ നടന്നുപാസിച്ച വിപ്ലവ പ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. അങ്ങനെയാണ് കവിത തുടങ്ങുന്നത് തന്നെ. അതിലാണ് ഈ ചോദ്യം. കുന്തവും കുടച്ചക്ര വ്യൂഹവും നയിക്കുന്നോ പൊൻലോകം സൃഷ്ടിക്കേണ്ട ചൈതന്യ സ്വരൂപത്തെ. ആ ചൈതന്യ സ്വരൂപത്തെ എന്നൊക്കെ പറഞ്ഞ് അത് ആ മുള്ളങ്ങോട്ട് ചെന്ന് കൊള്ളുന്നത്, അദ്ദേഹം അങ്ങോട്ട് തറപ്പിച്ച് വിടുന്നത് മന്ത്രി സജി ചെറിയാനിലേക്കാണ്. ഇവിടെ മന്ത്രി സജി ചെറിയാനും ജി സുധാകരനെതിരെ സൈബറിടത്തിൽ നടക്കുന്ന ഈ ആക്രമണത്തെ പറ്റി ഒന്നും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കാണാതെ വേറെ എവിടെയെങ്കിലും പ്രതികരണം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആർ നാസറിൻ്റെയും സജി ചെറിയാൻ്റെയും ഒരു നിശബ്ദത ഈ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. കാരണം ഈ കവിതയിൽ, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ കവിതയിലടക്കം മന്ത്രി സജി ചെറിയാനെതിരായ ഒരു വിമർശനം അവിടെയുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഈ കോവിഡ് കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കോവിഡ് കാലത്ത് അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് ഉണക്കക്കൊഞ്ച്
കൊഞ്ചുപോലൻ ഹൃദയം എന്നതാണ്. അതായിരുന്നു ടൈറ്റിൽ. അപ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആത്മാർത്ഥമായ ഒരു ഹൃദയം തലച്ചോറിന് പകരം കൊണ്ടു നടക്കുന്ന തന്നെയും സഹതാപലേശമില്ലാത്ത ഈ കപട ലോകം കൊഞ്ചുപോലെ വറുത്തു പൊടിച്ച് ഭുജിച്ച് കഴിയുമോ. അതായത് അദ്ദേഹത്തെ ഈ കൊഞ്ചുപോലെ എല്ലാവരും കൂടി പിച്ച് ചെയ്ത് തിന്നു കളയുമോ എന്ന് ചോദിക്കുന്നത് കോവിഡ് കാലത്താണ്. 2021 ഓഗസ്റ്റ് 8 എഴുതിയ മറ്റൊരു കവിത നേട്ടവും കോട്ടവും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് ഈ അമ്പലപ്പുഴയിലെ ഈ എച്ച്സലാമിൻ്റെ വിജയത്തിന് ശേഷവും അവിടുത്തെ പ്രവർത്തന വീഴ്ച, അവിടുത്തെ വോട്ടിൽ വന്നിട്ടുള്ള വ്യതിയാനമടക്കം ആ പ്രവർത്തന വീഴ്ച പാർട്ടി അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നത് കവിതയിലൂടെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ നടത്തി ഞാൻ എൻ്റെ ഈ മഹതി ജീവിതം സാമൂഹ്യമായെന്ന് പറയും സ്നേഹിതർ സത്യമതെങ്കിലും വഴുതിമാറും മഹാനിമിഷങ്ങളിൽ മഹിത സ്വപ്നങ്ങൾ മാഞ്ഞു മറഞ്ഞുപോയി, അവകളൊന്നുമേ തിരികെ വരാനില്ല, പുതിയ രൂപത്തിൽ വന്നെന്നുമാ. അതായത് അദ്ദേഹത്തിന് ഞാൻ ചെയ്തതൊക്കെ മറന്നുകൊണ്ട് പാർട്ടി എന്നോട് ഒരു നന്ദിയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കവിത എഴുതുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുമ്പോഴാണ്. അപ്പോൾ ജി സുധാകരൻ ഒന്നും പറയാതെ വിടുന്നില്ല, കൃത്യമായി അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് ഇനി അമ്പലപ്പുഴയിലെ 10-15 പേരിൽ പെട്ട ഒരാളാണോ എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അന്ന് പ്രതികരിച്ച ഒരാളുണ്ട്. ഡിവൈഎഫ്ഐയുടെ അമ്പലപ്പുഴ മേഖലാ പ്രസിഡന്റ് അനു കോയിക്കൽ. അന്ന് അനു കോയിക്കൽ ഫേസ്ബുക്കിൽ ഈ ഓഗസ്റ്റ് 8 ജി സുധാകരൻ ഈ കവിത എഴുതിയതിനു ശേഷം ആ കവിതയ്ക്ക് മറുപടിയായി എന്ന് തോന്നുന്ന തരത്തിൽ ഒരു കവിത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ കവിതയിൽ എഴുതുന്നത്, രാജാവിന് അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രജകൾ തൻ അഭിമാനം ഞാനുണ്ടോ അറിവത് എന്ന് പറഞ്ഞുകൊണ്ടൊരു മറുപടി തിരിച്ച് ജി സുധാകരന് കൊടുക്കുന്നുമുണ്ട്. നാം ചെയ്തതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങളായി തന്നെ എന്നിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് അനു കോയിക്കൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടും കൊടുത്തും അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സൈബർ യുദ്ധങ്ങളൊക്കെ കുറേ കാലമായി നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ഈ KPCC വേദിയിൽ പോയി അദ്ദേഹം പാർട്ടി ലൈൻ വിട്ട് സംസാരിച്ചോ എന്നുള്ളത് ജി സുധാകരനാണ് പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു 70കളിലെ ഒരു ആംഗ്രി യങ്മാനാണ്. പക്ഷേ ഇത് 2025 ഇപ്പോൾ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ രീതികളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വരുന്നതിന് ഒപ്പം തന്നെ അദ്ദേഹവും വിമർശിക്കപ്പെടും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ജി സുധാകരനെ വേട്ടയാടുന്നുണ്ട് എന്നതാണ്. എന്തായാലും പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു നിരന്തര കലഹം എന്ന് പറയുന്നത് ജി സുധാകരൻ്റെ രക്തത്തിലുള്ളതാണ്. അന്ന് 70കളിൽ അദ്ദേഹം ഇങ്ങനെ കലഹിച്ചു നടന്നു. പക്ഷേ ആ പാർട്ടിയുടെ ചട്ടക്കൂട് പൊളിച്ച് അദ്ദേഹം പുറത്തേക്ക് വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ അല്ല എന്ന് പറയേണ്ടത് ആർ നാസറാണ്. ആർ നാസർ അത് പറയണം, അല്ലെങ്കിൽ സജി ചെറിയാൻ പറയണം. അത് രണ്ടും ഉണ്ടാകാത്തിടത്തോളം ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിന് അദ്ദേഹം പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറയുന്നത് ആരുടെ ടീമാണ് എന്നത് പാർട്ടിയാണ് പറയേണ്ടത്. Meet the editors.